ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ 6 ഗ്രൂപ്പുകാരെ പൗലോസ് വിളിച്ചു. ഓടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ആ ബലപ്പെട്ട വിഷയം ചിന്തിച്ച് അങ്ങ് അവസാനിപ്പിക്കാം. കർത്താവിന് മഹത്വം. അപ്പൊ ആദ്യം വിളിച്ചത് ഭാര്യമാരെ. 5:22 വായിച്ചേ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ഭാര്യമാരെ കർത്താവിന് എന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ എന്ന് പറഞ്ഞ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ കടമകളെ പറ്റിയാ പൗലോസ് അവിടെ പറയുന്നത്. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം, അനുസരിക്കണം. നിങ്ങളിപ്പോ ചിന്തിക്കുക, കൺവെൻഷൻ ഇതാണോ പറയുന്നത്? കൺവെൻഷൻ അല്ലേ നിങ്ങളെ കിട്ടുകയുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ വന്ന് എനിക്കിത് പറയാൻ പറ്റുമോ? ഒക്കത്തില്ല. വന്നാൽ നിങ്ങൾ ഇരുന്ന് തരുമോ? തന്നെയല്ല, ഇതുപോലൊരു അന്തരീക്ഷവും കിട്ടുകയില്ല. അപ്പൊ ഇന്ന് കൈക്ക് കിട്ടിയിരിക്കുക. സ്തോത്രം. അപ്പോൾ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം, ഭർത്താവിനെ അനുസരിക്കണം, ബഹുമാനിക്കണം. ഞാൻ മിക്കപ്പോഴും എല്ലായിടത്തും പറയും, ഒന്നുകൂടെ അങ്ങ് ആവർത്തിക്കുക. കാരണം ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഗുണമാകുന്നില്ലല്ലോ. ഈ ഭർത്താവിനെ ബഹുമാനിക്കണം. ചിലപ്പോൾ സൗന്ദര്യം അധികം കണ്ടെന്ന് വരികയില്ല, കഴിവ് അല്പം കുറവായിരിക്കും, കളറും അല്പം മോശമായിരിക്കും. നിങ്ങളുടെ ദൃഷ്ടി വലിയ ശ്രേഷ്ഠതയൊന്നും പറയാനില്ലെങ്കിലും നിന്റെ ഭർത്താവ ബഹുമാനിക്കണം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രമെല്ലാം നിന്നല്ലോ. ഞാൻ ആ വിഷയത്തിൽ അധികം നിൽക്കത്തില്ല, കാരണം നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല. ഈ ഭർത്താവിന്റെ കുറ്റം ഏതാ, അപാകതകൾ, ന്യൂനത, ബലഹീനത വേറെ ആരോടും പറയരുത്. നിന്റെ അമ്മയോട് പോലും പറയരുത്. വീട്ടിൽ ചെല്ലുമ്പോഴേ ഉറങ്ങാന്നോ എഴുന്നേറ്റിരിക്കുകയാണ്, കാണാനും മേല. ഓണാഘോഷങ്ങളുടെ കാതൽ വിഭവ സമൃദ്ധമായ സദ്യയാണ്. രുചിവർണ്ണ വൈവിധ്യങ്ങളുടെ സമ്മേളനം. സ്ത്രീകളുടെ പ്രയത്നത്തിന്റെ താളലയങ്ങളിൽ പിറവിയെടുക്കുന്ന പാചക വിസ്മയങ്ങൾ. അവരുടെ കഠിനമായ ജോലികൾക്ക് വേഗതയേകാൻ, ഗ്രൈൻഡ് ചെയ്യാൻ അവർക്കൊരു ചങ്ങാതിയുണ്ട്. അങ്ങനെ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ സദ്യയൊരുങ്ങുന്നു. ജീവിതത്തിൽ തളരാത്ത ഗായത്രിയെയും അവളുടെ ഉറച്ച ടീമിനെയും പോലെ ഞങ്ങളും നിർമ്മിച്ചിരിക്കുന്നു നിർത്താതെയുള്ള ഓണാഘോഷങ്ങൾക്കായി ബജാജ് ബിൽഡ് ഫോർ ലൈഫ്. ആരോടും പറയും. വിശേഷിച്ച് പെന്തിക്കോസുകാരോട് പറയാം, സഭയിലെ പാസ്റ്ററുടെ ഭാര്യയോട് പറയരുത്. എൻ്റെ അമ്മാമ്മയാണ് ഇതെല്ലാം ഇങ്ങനെ ന്യൂസ് പിടിക്കാൻ തന്നെ. അങ്ങനെയുള്ള അമ്മാമ്മമാരുണ്ട്. നല്ല അമ്മാമ്മയുണ്ട്, പറയരുത്. അമ്മാമ്മയോട് പറഞ്ഞ അമ്മാമ്മയ്ക്ക് പ്രിയമുള്ള അമ്മാമ്മയോട് വേറെ പേര്, ആ അമ്മാമ്മ പിന്നെ അങ്ങ് പറഞ്ഞ് വെറുതെ അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സ്നേഹവും കൂടെ പോകും. എന്നാലേ അവന് ഇച്ചിരി സ്നേഹമുള്ളൂ. അത് നീയായിട്ട് കളയരുതെന്നായി പറഞ്ഞു. നല്ല ബുദ്ധിയായി. ഈ യോഗത്തിന് വന്ന് നീ ഗുണമാകണം, അതിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഞാൻ നീ തുള്ളിക്കളിച്ചേച്ച് പിന്നെ അവനെ അനുസരിക്കാതെ ബാഗ് എടുത്തുകൊണ്ട് പോകരുത്, കീഴ്പ്പെടണം, അതിനായി പറഞ്ഞു തരുന്നത്. ഭർത്താവിനെ ബഹുമാനിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കണം. അമ്മോപദേശം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിനകത്ത് ഒരു പ്രയോഗമുണ്ട്. പെന്തിക്കോസുകാർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാ. വരി ഇങ്ങനെ: കോന്തനാകിലും കോപിഷ്ടനാകിലും പാന്തനാകിലും പാമരനാകിലും കാന്തനെ നിന ചാതരാൽ അവനുടെ പാദം വന്ദിക്കണമെന്ന എന്ന് പറഞ്ഞാൽ ദൈവമാണെന്നും ഓർത്തല്ല, ബഹുമാനിക്കണം. ഭർത്താവിനെ അനുസരിച്ച് കീഴ്പ്പെട്ട് ബഹുമാനിക്കണം. ചിലപ്പോൾ കഴിവ് കുറഞ്ഞ ആളായിരിക്കും, എന്നാലും അദ്ദേഹത്തിന് മാനഹാനി വരുന്ന ഒന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. സ്തോത്രം. ഇപ്പം അത്രോ പറയുന്നുള്ളൂ. വഴക്കുണ്ടാക്കുന്ന സ്ത്രീകളുണ്ട്, ചുമ്മാ അലമ്പുണ്ടാക്കുന്ന പെണ്ണുങ്ങളുണ്ട്. പണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നു, ഞങ്ങളുടെ ഒരു ഉപദേശിയുടെ ഭാര്യ മരിച്ചു. ഞാനും ചെന്നു 2 വാക്ക് പറഞ്ഞേച്ച് ഞാൻ ഇറങ്ങി വന്നപ്പം എൻ്റെ തോളത്ത് ആരോ തട്ടി. നോക്കിയപ്പോൾ അങ്ങേര് തന്നെ. അപ്പം എനിക്ക് വേറൊരു അടക്കത്തിന് പോകണം. അപ്പം ഞാൻ പറഞ്ഞു,
അച്ഛാ ഞാൻ വേറൊരു അടക്കത്തിന് പോവാം, പിന്നെ വരാം, വേർപാട് ജീവിതത്തിലുണ്ടാകും, പ്രാർത്ഥിക്കാം, ദൈവം ധൈര്യപ്പെടുത്തട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പദം ഞാൻ മിക്കയിടത്തും പറഞ്ഞ് ഇപ്പോഴും എൻ്റെ കാതി മുഴങ്ങുക. ആട്ടെ അനീഷേ, അവളും സ്വസ്ഥമായി, ഞാനും സ്വസ്ഥമായി. ഇപ്പോഴും എൻ്റെ കാതി മുഴങ്ങുക. ഈ തള്ള അങ്ങ് ജീവിയിടായിരുന്നു. ഇങ്ങനെ നേരത്തെ വന്നാൽ കുറ്റം, താമസിച്ച് വന്നാൽ കുറ്റം, പറഞ്ഞാൽ കുറ്റം, എടുത്താൽ കുറ്റം, ചെയ്ത മുഴുവൻ അങ്ങ് കുറ്റം. ഇവരങ്ങ് അലമ്പ. പക്ഷെ അങ്ങനെ ഒരു നല്ല മനുഷ്യനെ ഒന്നും മറുപടി പറയത്തില്ല. അത് ഈ തള്ള അങ്ങ് മുതലാക്കും. അങ്ങനെ അലമ്പുണ്ടാക്കി പുള്ളി ഒന്നും എതിർക്കത്തൊന്നുമില്ല. ഒരു പാവത്താനാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എലിപ്പനി വന്ന് ഈ തള്ള ചത്തത്. അന്നേരം അങ്ങേര് പറഞ്ഞത് അവളും സ്വസ്ഥമായി, ഞാനും സ്വസ്ഥം. അങ്ങനെ നിങ്ങൾ പറയിപ്പിക്കരുത്. സ്തോത്രം. ബഹുമാനിക്കണം, കീഴ്പ്പെടണം, അനുസരിക്കണം, വിധേയപ്പെടണം. ഭാര്യാഭർത്താക്കന്മാരുടെ കടമകളാണ് 22 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകളിലെല്ലാം പൗലോസ് പരാമർശിക്കുന്നത്. ഇനി 25-ാമത്തെ വാക്യത്തിൽ ഭർത്താക്കന്മാരോട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുക. പെട്ടെന്ന് വായിച്ചു. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കണം, പോറ്റി പുലർത്തണം, സ്നേഹിക്കണം. ബലഹീന പാത്രമാണ്, അതുകൊണ്ട് ബഹുമാനം കൊടുക്കണമെന്ന പത്രോസും സൂചിപ്പിച്ചിരിക്കുന്നത്. ബലഹീന പാത്രമാണ്. അപാകതകളും ന്യൂനതകളും പോരായ്മകളും ഒക്കെ കാണും. അത് മനസ്സിലാക്കി വളരെ സ്നേഹിച്ച് കരുതി സംരക്ഷിക്കണം. സ്വയരക്ഷ നോക്കുന്ന ഒരു ഭർത്താവായിരിക്കരുത്. അവരെ സംരക്ഷിക്കണം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് അവരിറങ്ങിയിരിക്കുന്നത്. ദൈവം കഴിഞ്ഞാൽ ആ കൈ തന്നപ്പോളേ, അപ്പോൾ ചിലപ്പോൾ അപാകത കാണും, ന്യൂനത കാണും, പോരായ്മ കാണും, ഒക്കെ ഒത്തിരി കാണും. പക്ഷെ അത് ക്ഷമിക്കണം. അത് കരുതി ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. നമ്മുടെ യാതൊരു ക്വാളിറ്റി നോക്കിയല്ല സ്നേഹിച്ചത്. ഒരു യോഗ്യതമില്ലാതിരുന്നപ്പോഴാണ് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ഇനി മറുവശം പറയാം, ഈ കുടുംബജീവിതത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. കുടുംബത്തിൽ 2 പശ്ചാത്തലത്തിലൊക്കെ ജീവിക്കുന്നവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. എവിടെ ഇല്ലാത്ത? ഞാൻ മിക്കപ്പോഴും പറയും, വിവാഹ ശുശ്രൂഷയിലൊക്കെ പറയും, ചില ഉപദേശമാരും അച്ഛന്മാരും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 40 കൊല്ലമായി എൻ്റെ ഭാര്യ അന്നമ്മ ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ ഇന്ന് വരെ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ലെന്ന്. നുണയാ. അവന് കൊച്ചുണ്ണിയുടെ ചേട്ടനാ. ഏത് കൊച്ചുണ്ണിയാന്ന് നിങ്ങൾക്കറിയാം. മനസ്സിലായോ? വെറുതെ പറയുന്നതാ. ഈ നുണ പറയുന്നതിനും ഒരു അതിരില്ലേ? എന്നേക്കാൾ പ്രായമുള്ള പക്വത വന്നവരാ എന്നെ കേൾക്കും. നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. എവിടെ ഇല്ലാത്തവരൊന്ന് കൈപൊക്കിക്കേ. ഇല്ല, മറ്റേ പുള്ളിയുടെ ആൾക്കാർ വല്ലവരും ഉണ്ടോ എന്ന്. ആരുമില്ല. എനിക്കറിയാം ഇല്ലെന്ന്. അതല്ലേ ധൈര്യത്തോടെ പറഞ്ഞ കൈപൊക്കാൻ. കൈപൊക്കുകായിരുന്നെങ്കിൽ മാപ്പിളയും പെമ്പളയും ഞാനിപ്പോൾ സ്റ്റേജൊക്കെ കയറ്റിയാണ്. കയറ്റുന്നത് വേറൊന്നിനും അല്ല, ഒരു പാരിതോഷികം തരാനാണ്. എല്ലാവരുടെ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസവും ആശയപ്രശകൊക്കെ വരാം. ഇല്ലാത്തത് എവിടാ? എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതെല്ലാം പരിഹരിച്ചോണം. അതെല്ലാം പെട്ടെന്ന് വചന ശുശ്രൂഷയാലും പ്രാർത്ഥനയാലും തിരുവചനത്തിന്റെ ഉപദേശത്താലും എല്ലാം ക്രമീകരിക്കണം. അതാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ആട്ടെ, അപ്പൊ കുടുംബജീവിതത്തിന്റെ ഭദ്രതയാണ് ആ താഴോട്ടുള്ള വേദഭാഗത്തിലെല്ലാം പൗലോസ് ഓർപ്പിക്കുന്നത്. ഇനി അടുത്തത് മക്കളെ വിളിച്ച് ഉപദേശം കൊടുക്കുകയാണ്. അത് 6-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പി. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പി. അത് ന്യായമല്ലോ. അടുത്തത് നിനക്ക് നന്മയുണ്ടാകുവാനും ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഞാൻ അല്പം കൂടെ കടത്തി പറയാം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം. ഇപ്പൊ അതൊന്നും പിള്ളേരെ പഠിപ്പിക്കുന്നില്ല. പ്രായമുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കണം. പ്രായമുള്ള അപ്പച്ചൻ അമ്മച്ചി വീട്ടിലുണ്ട്, അവരെ ബഹുമാനിക്കണ്ടേ? മൂത്തവരെ വരുമ്പോ എഴുന്നേക്കണ്ടേ? ഇതൊക്കെ പിള്ളേരെ പഠിപ്പിക്കണം. മൂത്ത ആൾക്കാർ വരുമ്പോ എഴുന്നേക്കണം, അവരെ ശുശ്രൂഷിക്കണം, അവരെ ബഹുമാനിക്കണം. വിശേഷിച്ച് മാതാപിതാക്കളെ ബഹുമാനിക്കണം. നിന്റെ അപ്പനെയും അമ്മയും നിന്ദിക്കരുത്. അപ്പനും അമ്മയും പ്രായമാകുമ്പോൾ അവര് നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യരുത്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം. അവരെ അനാഥശാലയെ വിടരുത്, അഗതി മന്ദിരത്തിലാക്കരുത്. മനസ്സിലായോ? ഇപ്പൊ പെന്തിക്കോസുകാരും എല്ലാം അങ്ങനെ വിടുന്നുണ്ട്. അപ്പനെയും അമ്മയും ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല. ഈ പുസ്തകം പഠിപ്പിക്കുന്ന പ്രമാണം ഇങ്ങനെ, മാതാപിതാക്കൾക്ക് മക്കൾ പ്രത്യുപകാരം ചെയ്യണമെന്നാണ്.
മനസ്സിലാകുന്നുണ്ടോ? പ്രായമുള്ള അപ്പനും അമ്മയും അവര് വാർദ്ധക്യ സഹജമായി ക്ഷീണം ഉണ്ടാകുമ്പോൾ മക്കൾ അവർക്ക് പ്രത്യുപകാരം ചെയ്യണം എന്ന് പറഞ്ഞാൽ നിന്നെ ചെറുപ്പത്തിൽ എങ്ങനെ അവർ ശുശ്രൂഷിച്ചു അതുപോലെ നീ അവരെ ശുശ്രൂഷിക്കണം. നിന്നെ അവര് കുളിപ്പിച്ചതാ ഇല്ലേ? 1-2 വയസ്സുള്ളപ്പോൾ തന്നെ കുളിക്കാനുള്ള ആക്കവും പ്രായവും പക്വതയും വരാഞ്ഞ സമയത്ത് അമ്മ എന്ത് ജോലിത്തിരക്കാന്നേലും നിന്നെ എന്നും കുളിപ്പിക്കും. അതുകൊണ്ട് പ്രായമുള്ള അപ്പനും അമ്മയും ക്ഷീണിതരായി കിടന്ന ആഴ്ചയിലൊന്നും മാസത്തിലൊന്നും ഏതാ ഹോം നേഴ്സ് വന്നല്ല കുളിപ്പിക്കേണ്ടത്, നീ തന്നെ കുളിപ്പിക്കണം. ഇപ്പൊ പിന്നെ കുളിപ്പീരൊന്നും ഇല്ല, കുന്തമെല്ലാം കൂടെ കൊണ്ട് കെട്ടി അത് മാറ്റുക, കുടഞ്ഞിടുക, പൗഡറെല്ലാം അവിടെ കിടക്കുക, അതല്ല എവിടെ കിടക്കുന്നു. സ്തോത്രം. പ്രത്യുപകാരം ചെയ്യണമെന്നായി പുസ്തകം പഠിപ്പിക്കുന്നത്. ഇവിടെ കൂടപ്പെട്ട് എല്ലാവരോടും അത് തന്നെ പറയാനുള്ളത്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം, ബഹുമാനിക്കണം. പ്രായമുള്ള അമ്മ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്തൊക്കെ ഒത്തിരി ഉണ്ട്, ഈ ഏരിയയിലും ഉണ്ട്, പാമ്പാടിയിലായിരിക്കും കൂടുതലും. സ്തോത്രം. അപ്പനെ അമ്മയെ അന്വേഷിക്കാതെ നീ പ്രാർത്ഥിച്ചാലൊന്നും ദൈവം കേൾക്കുകയില്ല, വെറുതെ കിടന്ന് അലമ്പുണ്ടാക്കാന്നല്ലാതെ യാതൊരു ഗുണവും വരികയില്ലെന്നായി പറഞ്ഞത്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ ശുശ്രൂഷിക്കണം, ആദരിക്കണം. ദൈവത്തിന് മഹത്വം. എന്തുവാ രണ്ടുപേരോട് പറഞ്ഞേ? അന്വേഷിക്കാതില്ലെന്നാന്നോ അന്വേഷിക്കുമെന്നാന്നോ? രണ്ടുപേരാണ്ട് പറഞ്ഞേ. എന്നാ പറഞ്ഞേ? ഞാൻ നോക്കുന്നില്ല, നീ നോക്കണ്ടടി എന്നാന്നോ? എന്തുവാ നിങ്ങൾ പറഞ്ഞേ? രണ്ടുപേരും ഒത്തോണ്ടാ. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ ശുശ്രൂഷിക്കണം. അവരുടെ കണ്ണുനീര് നമ്മുടെ വീട്ടിൽ വീണാൽ, ഏതാ ന്യായമായുള്ള കണ്ണുനീര് വീണാൽ ആയുസ് രക്ഷപ്പെടുകയല്ല. ആ ശാപം ഇങ്ങനെ കിടക്കും. അത് തങ്കൂനെയും താരൂനെയും ഒന്നും കൊണ്ടുവന്നാൽ പോവുകയില്ല. അവരെ നമുക്ക് വിളിക്കാൻ ശാപമല്ല. അവരിലെ ഇതിൻ്റെ എല്ലാം I want a bank account on my terms. Pay with FD when account balance is low and no hidden charges. Not possible. Getting a bank account your way feels like a battle? IndusInd Bank presents Indy. Get high returns and link your FD to savings account to pay with FD. ഞാരെ വിളിച്ചാൽ ഇത് മാറുകയില്ല. ഇരുമ്പലൊക്കെ വിഴുങ്ങിച്ച് ചുക്ക് കഷായം കുടിച്ചാലൊന്നും കുഞ്ഞമ്മേ ഇതൊന്നും മാറുകയില്ല. എവിടെ കിടന്നിങ്ങനെ അറകല തുള്ളും പല തുള്ളാന്നല്ലാതെ കണ്ണുമെല്ലാം മറഞ്ഞ് നീക്കുപോക്ക് ഉണ്ടാകുകയില്ല. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം, പ്രത്യുപകാരം ചെയ്യണം. അത് ദീർഘമാക്കുന്നില്ല, വേറെ വിഷയത്തിൽ വരേണ്ടത് കൊണ്ട്. ഇനി അടുത്തത് മക്കളെ വിളിച്ച് ഉപദേശം തരുന്നുണ്ട്. മാതാപിതാക്കളെ 4-ാം വാക്യം വായിച്ച പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും ഉപദേശത്തിലും പോറ്റി വളർത്തുക. ഇനി മാതാപിതാക്കളോട് ഒരു സന്ദേശം പറയാം. 2-ഓ 3-ഓ ദൈവം തരുന്ന മക്കളാ, 4-ഓ 5-ഓ ദൈവം തരുന്നതാ. വേറുകൃത്യം കാണിക്കരുത്. മകളാന്നേലും മകനാന്നേലും ആരാന്നേലും വേറുകൃത്യം പാടില്ല. മക്കളെ ദൈവം തരുന്നതാ. തിരുവചനം പഠിപ്പിക്കുന്നത് മക്കൾ ഒകമാതിരുന്ന ഈ അവകാശം, ഉദരബലം, ദൈവം തരുന്ന പ്രതിഫലം, വീരന്റെ കയ്യിൽ ഈ അസ്ത്രം. അങ്ങനെ ആ യൗവനത്തിലെ മക്കൾ, ആ മക്കളോട് വേറുകൃത്യം പാടില്ല. ചില അപ്പനും അമ്മയുണ്ട് മക്കളോട് വേറുകൃത്യം. ഈ ഇളയ മോന്റെ കുറ്റം മൂത്ത മോന്റെ വീട്ടിൽ ചെന്ന് പറയും. അവിടുത്തെ കാര്യം അവിടെ ഒരാഴ്ച ചെന്ന് വെച്ച് അവിടുത്തെ കുരുക്ക് നടുവത്തനോട് പറയും. ഇവിടെ എല്ലാം നിന്ന് ഓടിപ്പോയിച്ച് അവസാനം മോടെ വീട്ടിൽ ചെന്ന് പറയും. നീ വെള്ളം ഇറങ്ങി ചാകുകയല്ല തള്ളേ. ഈ നുണയും കൊതിയും കൊണ്ട് നീ നെടുക ഇങ്ങനെ അങ്ങ് നടക്കുക. മനസ്സിലാകുന്ന ചമ്പക്കരയ്ക്ക് കയറി അവിടെ ഇറങ്ങി നുണ പറഞ്ഞു. ഇങ്ങോട്ട് മഹാരാജാവ് വന്നപ്പോൾ കയറി തിരിച്ചും വന്ന് നുണ പറഞ്ഞു. ശരിയല്ല. മക്കളെ ഒരുപോലെ കരുതിക്കോണം. ദൈവം തന്ന മക്കളാ. വേറുകൃത്യം പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഗുണം വരാനുള്ള കാര്യമായി പറഞ്ഞു തരുന്നേ, വളരെ ലളിതമായിട്ട്. സാധാരണ പ്രസംഗിക്കുന്നത് പോലല്ല. ഇന്ന് ഇങ്ങനൊരു നടത്തിപ്പാ. ചില ഗുണദോഷം പറയാനായിട്ടാണ് വന്നത്. എന്നാന്ന് ചോദിച്ചാൽ, ഒന്നാമത് കോവിഡ് ഒക്കെയാ, ഇപ്പം വേറെ അസുഖങ്ങളൊക്കെ. അപ്പം ഇതിനിടെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗമായി പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? വളരെ ലളിതമായിട്ടാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ സാറാണോ ഇരിക്കുന്നത്? ഈ വെട്ടവടിക്കുന്നത് എനിക്ക് കൃത്യം കാണാൻ വേണ്ടി എന്നെ കണ്ടേച്ചേ പോകാവുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, മാതാപിതാക്കൾ മക്കളെ ഒരുപോലെ കരുതണം. വേറുകൃത്യം പാടില്ല. അങ്ങനെയുള്ളിടത്ത് ഒറ്റ വീട് രക്ഷപ്പെടുകയല്ല. ഇങ്ങനെ വേറുകൃത്യം വെച്ചാൽ അവസാനം അപ്പനെ അമ്മയെ അന്വേഷിക്കാൻ ആരും കാണുകയല്ല. സ്തോത്രം. പിന്നെ ഈ കണ്ടമാനം കാശുള്ളതും കുഴപ്പടിയാ. റബ്ബർ തോട്ടവും 1-2 വീടും ചുറ്റുപാടും കണ്ടമാനമായാലും കുഴപ്പമാണ്. അവസാനം പിന്നെ ആരും നിന്നെ ഏക്കാതെ വരും. അതുകൊണ്ട് ഞാനൊരു നല്ല ബുദ്ധി പറയാം.
ഇഷ്ടമുണ്ടെ അംഗീകരിച്ചാൽ മതി, ഗുണം വരാനുള്ള വഴിയായി പറഞ്ഞു തരുന്നത്. ഒരു 10 സെൻറ്റും വീടും പേരിൽ എഴുതി വെച്ചിട്ട് ബാക്കി വിൽക്കുകയോ എടുക്കുകയോ ചെയ്തേച്ച് അത്യാവശ്യം വല്ലതും കൃത്യമായിട്ട് പകത്ത് വെച്ച് കാലശേഷം എന്ന് എഴുതിയേക്കണം. അങ്ങനെ എഴുതാവുള്ളൂ, കാലശേഷം. അതിനിടയ്ക്ക് കൊച്ചുങ്ങൾ വേണമെന്ന് പറയും, ഇതിലോട്ടൊന്ന് ഒപ്പിട്ട് ഒരു ലോൺ എടുക്കാനാ, ജീവൻ പോയാൽ കൊടുക്കരുത്, നീ വെട്ടിനകത്ത് വീഴും. അതിന് നല്ല ബുദ്ധി പറഞ്ഞു തരിക. അപ്പോൾ ലോൺ വെക്കാൻ ഇങ്ങോട്ടൊന്ന് ഇപ്പം ലോൺ എടുക്കണ്ട, ഉള്ളത് കൊണ്ടൊക്കെ അങ്ങ് പോയാൽ മതി, ഞാൻ ചത്ത് കഴിയുമ്പം സൂക്ഷിക്കുകയും ചെയ്യണം. ഇവൻ കാപ്പിയോ ഇവിടെ മരുമകൾ കാപ്പി വന്നാലും സൂക്ഷിച്ചേ കുടിക്കാവുള്ളൂ, സ്തോത്രം പറഞ്ഞു കുടിക്കണം. വലിച്ചു കുടിച്ച് എങ്ങാനും പരുവക്കേടാകും. ഇല്ല, നമ്മുടെ കൂടത്തുകാരി എന്നാ അവിടെ പേര്, കൂടത്തായി, അറിയാം, അവള് ചെയ്തത് അറിയാമല്ലോ. കുറേശ്ശെ നാശോപ്പിച്ച് വെക്കരുത്. അപ്പം മക്കളെ ഒരുപോലെ കരുതണം. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പല കാര്യവും പറയാറുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന മിക്കടത്തും പ്രസംഗിച്ചിടത്ത് ഞാൻ പ്രസംഗിക്കാറുണ്ട്. ഒരിക്കലേ ഞങ്ങളുടെ വകയിൽപ്പെട്ട ഒരു ഉപ്പാപ്പൻ എനിക്കൊരു മുട്ടായി തന്നു. ഒരു മുടുത്ത മുട്ടായി, അതിൻ്റെ പേരെല്ലാം മറന്നുപോയി, വർഷങ്ങൾക്ക് മുമ്പാ, കുഞ്ഞിലെ ഒരു മുട്ടായി തന്നു. ഞാൻ ആ മുട്ടായി ആയിട്ട് വീട്ടിൽ വന്നപ്പം, വഴി വെച്ചാൽ തന്നത്, അതുമായിട്ട് വീട്ടിൽ വന്നപ്പം എൻ്റെ കയ്യിലൊരു, അമ്മ ചോദിച്ചു എന്ത് പാടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മുട്ടായിയാ, ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. എത്ര എണ്ണം ഉണ്ട്? ഒന്നേ ഉള്ളൂ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ആ മുട്ടായി കൊണ്ട് അമ്മയുടെ കൈ കൊടുത്തു. അപ്പം ഞാനത് തുറന്നേച്ച് എനിക്ക് തരുവന്ന്. അമ്മയെ തുറന്നു നോക്കിയപ്പോൾ ഒരു മുട്ടായിയ. ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. അകത്ത് പോയി എന്നോട് പറഞ്ഞൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് വരാം. പിച്ചാത്തി കൊണ്ടുവന്ന്, പഴയ വീടാണ്, എൻ്റെ അരപ്ലേസിൻ്റെ വാതിക്കലോട്ട് ഈ കടലാസി മുട്ടായി പോയി ചേച്ചി. ഞാൻ നോക്കി നിൽക്കുക. അമ്മ ഈ പിച്ചാത്തി ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് 4ആയിട്ട് പൊളന്നു ഒരു മുട്ടായി, ഇങ്ങനെ നെടുകയും കുറുകയും ഓരോ അടി അടിച്ചപ്പോൾ ഇത് 4ആയിട്ട് പൊളന്ന് നിവർത്തിച്ചാൽ ഒരു കഷണം എനിക്ക് തന്നു. അപ്പോൾ ബാക്കി 3 കഷണം, ഞങ്ങൾ 4 മക്കളാണ്, മറ്റ് 3 കഷണം അവർക്കും കൊടുത്തു. ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. മനസ്സിലായോ? ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. എന്നാൽ ചില അമ്മമാര്, ചിലര് എന്തുവാടാ കയ്യിരിക്കുന്നത്, മുട്ടായി എത്ര എണ്ണം ഉണ്ട്, 1 പെട്ടെന്ന് കഴിക്കുക, അവൻ വരുന്നതിന് മുന്നേ കഴിക്കും, കുട്ടായിട്ട് നിൽക്കുക, കഴിക്കും. പിന്നെ അത് കടലാസ് കഴിക്കാൻ, അവൻ വരുന്നതിന് മുന്നേ കഴിക്കും, കിട്ടായി എന്ന് പറഞ്ഞേക്ക്. ഉടനെ അത് എങ്ങനെയും ചവച്ച് പെട്ടെന്ന് കഴിക്കണം, ഉണങ്ങി നിൽക്കുക. അവനെ ഒരു തരത്തിൽ കടിച്ചു പൊടിച്ച് ലാസ്റ്റ് വിഴുങ്ങിയപ്പം മറ്റവൻ കയറി വരുന്നു. ഈ പിള്ളേരല്ലേ, ഉടനെ ഇവൻ വിഴുങ്ങിയവൻ ഉടനെ മറ്റവൻ ചോദിക്കും എന്തുവാടാ, അലോക്യമായി. ചെറിയ വിഷയമെന്ന് തോന്നിയാൽ പ്രശ്നമായില്ലേ? അല്ലെ പിന്നെ അവന് മുട്ടായി മേടിച്ചു കൊടുക്കണം, അല്ലെ ഇവനെ ഇടിക്കും. അപ്പൊ അവൻ കയറി അവനെ ഇടിക്കും, അമ്മ ഇതിനിടയിൽ കയറും, തള്ളയുടെ മുതുകിനിട്ട് മൂത്തവനൊരു ഇടിക്കും. നിങ്ങൾ ഒറ്റ വരുത്തിയ ഉദാഹരണമാണ്. ഞാനിനി എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, അതും പറയാം. ഈ ദൈവമക്കള് പലയിടങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, പോകാറുണ്ട്. വിശേഷിച്ച് വെളിനാടുകളിലൊക്കെ പോകുമ്പം എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചാൽ, ഇപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ഉൾക്കൊള്ളത്തില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾ പലരും ഉൾക്കൊള്ളുകയല്ലെന്ന് എനിക്ക് വിഷയമല്ല. ഞാൻ ഇപ്പോഴും അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം മേടിച്ചാൽ ഒരു 4 എണ്ണം മേടിക്കും.